ത്തിൽ അനുദിന വചന വായന, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, ജപമാല എന്നീ ആയുധങ്ങൾക്ക് സ്ഥാനമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചു നോക്കാനൊരു കഥയായാലോ? ഒരു കാട്ടിൽ ഒരു മരത്തിൽ ഒരു അമ്മക്കിളിയും കുഞ്ഞുങ്ങളുമായി സന്തോഷമായി ചെറുവർത്തമാനങ്ങളുമായി കഴിയുകയാണ്. അച്ഛൻ കിളി തീറ്റ തേടി പുറത്തു പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വേടൻ കാട്ടിലെത്തിയതും ഈ കിളിക്കൂട് കണ്ണിൽപ്പെട്ടതും. ആ കിളിക്കൂടിനെ ലക്ഷ്യമാക്കി നടന്ന വേടൻ പെട്ടെന്നാണ് ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് ആ കിളിക്കൂടിനെ ലക്ഷ്യമാക്കി പോകുന്നത് കണ്ടത്. വേടൻ അതിനെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. വിഷമുള്ള പാമ്പ് കയറി വരുന്നതും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിഴുങ്ങുമെന്ന് മനസ്സിലാക്കിയ അമ്മക്കിളി ഉറക്കെ കരഞ്ഞു. ആരും സഹായത്തിനെത്തിയില്ല. പെട്ടെന്ന് അമ്മക്കിളി പറന്ന് അടുത്തുള്ള മരത്തിൽ പോയിരുന്നു. ഇത് കണ്ട വേടൻ ഇത്രയും ദയയില്ലാത്ത അമ്മയാണോ എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴേക്കും അമ്മക്കിളി ചുണ്ടിൽ കുറച്ച് ഇലകളുമായി വന്ന് കൂടടച്ചു. പാമ്പ് അതിനടുത്തെത്തി. പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. എന്തു സംഭവിച്ചെന്നറിയാതെ വേടൻ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മക്കിളി ആ ഇലകൾ മാറ്റി നിലത്തിട്ടു. വേടൻ ചെന്ന് ആ ഇല മണത്തു നോക്കിയപ്പോൾ പാമ്പിനെ പറ്റാത്ത മണമുള്ള ഇലകളായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിലെ ഒരമ്മയുടെയും പപ്പയുടെയും ജപമാല, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, അനുദിന വചനവായന എന്നീ 4 ഇലകൾ കൊണ്ട് നമ്മുടെ ഭവനത്തെ ഉറപ്പിച്ചു നിർത്താനും സാധിക്കുന്നത്.